സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ നടന്ന ബോംബാക്രമണത്തെ ഒമാൻ സുൽത്താനേറ്റ് ശക്തമായി അപലപിച്ചു. മസ്കത്തിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുമായി ഒമാൻ എയർ. ഡൊണാൾഡ് ട്രംപിന് സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്ന് ഒമാൻ സുൽത്താൻ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ നടന്ന ബോംബാക്രമണത്തെ ഒമാൻ സുൽത്താനെ ശക്തമായി അപലപിച്ചു. സിറിയൻ സർക്കാരിനോടും ജനങ്ങളോടും ഇരകളുടെ കുടുംബങ്ങളോടും ഒമാൻ തങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തി. ആക്രമണത്തിൽ പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും ആശംസിച്ചു. കാരണങ്ങളോ പ്രേരണകളോ എന്തുതന്നെയായാലും എല്ലാത്തരം ആക്രമണങ്ങളെയും ഭീകരവാദത്തെയും ശക്തമായി എതിർക്കുന്നുവെന്ന് സുൽത്താനേറ്റ് വ്യക്തമാക്കി. ഒമാൻ തലസ്ഥാനമായ മസ്കത്തിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് നേരിട്ടുള്ള സർവീസ് ആരംഭിച്ച ഒമാൻ എയർ കഴിഞ്ഞ ദിവസമാണ് സർവീസ് ആരംഭിച്ചത്. വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നീ ദിവസങ്ങളിലായി ആഴ്ചയിൽ 4 സർവീസാണ് ഉണ്ടാകുക. ഒമാനും തെക്കുകിഴക്കൻ ഏഷ്യയും തമ്മിലുള്ള വ്യോമബന്ധം ശക്തിപ്പെടുത്തുന്നതാണ് സർവീസ്. ഇതുവഴി ഒമാനിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏഷ്യയിലെ പ്രമുഖ ടൂറിസം ബിസിനസ് ഇന്നോവേഷൻ കേന്ദ്രങ്ങളിൽ ഒന്നായ സിംഗപ്പൂരിലേക്ക് നേരിട്ടെത്താനാകും. നഗരത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ലോകോത്തര ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, ഗാർഡൻസ് ബൈ ദി ബേ പോലുള്ള ആകർഷണങ്ങൾ എന്നിവയിലേക്ക് യാത്രക്കാർക്ക് എളുപ്പത്തിൽ എത്താനാകും. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഇതര ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും സഞ്ചരിക്കാനാകും. അതേസമയം വൺ വേൾഡ് സഖ്യത്തിൽ ചേർന്ന ഓസ്ട്രേലിയ, ജപ്പാൻ, ഹോങ്കോങ് എന്നീ പ്രധാന വിപണികളിലേക്ക് പങ്കാളി എയർലൈനുകൾ വഴി സുഗമമായി കണക്ഷനുകൾ സാധ്യമാക്കുമെന്ന് ഒമാൻ എയർ പറഞ്ഞു. യാത്രക്കാർക്ക് ലോഞ്ച് ആക്സസ്, മൈലേജ് അക്രൂവൽ, റിവാർഡ് റിഡംഷനുകൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നും വ്യക്തമാക്കി. അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ആശംസകൾ നേർന്നു. അമേരിക്കൻ ഐക്യനാടുകൾക്കും അവിടുത്തെ ജനങ്ങൾക്കും തുടർന്നും അഭിവൃദ്ധിയും സുസ്ഥിരതയും ഉണ്ടാകട്ടെ എന്ന് സുൽത്താൻ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഇരു രാജ്യങ്ങളുടെയും പരസ്പര താല്പര്യങ്ങൾക്ക് ഗുണകരമാകും വിധം ഒമാനും യുണൈറ്റഡ് സ്റ്റേറ്റ്സും തമ്മിൽ നിലനിൽക്കുന്ന ദീർഘകാല സഹകരണവും പങ്കാളിത്തവും കൂടുതൽ പുരോഗതിയിലേക്കും വളർച്ചയിലേക്കും നയിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം സന്ദേശത്തിൽ പങ്കുവച്ചു. ഖരീഫ് സീസണിൽ സലാലയിലെത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാനും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുമായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി പ്രത്യേക സപ്പോർട്ട് ഫോഴ്സിനെ നിയോഗിച്ചു. മസ്കത്തിൽ നിന്ന് പ്രത്യേക പരിശീലനം ലഭിച്ച ആദ്യ സുരക്ഷാ സംഘം സലാലയിലേക്ക് തിരിച്ചു. ദോഫാറിലേക്കുള്ള പ്രധാന പാതകളിൽ അപകടങ്ങൾ ഉണ്ടായാൽ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ അത്യാധുനിക എമർജൻസി പോയിന്റുകൾ അതോറിറ്റി സജ്ജമാക്കിയിട്ടുണ്ട്. ഇത്തവണ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സേവനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി സൗത്ത് ഷർഗിയ ഗവർണറേറ്റിലെ അൽ അഷ്കറ, അൽ വുസ്തയിലെ അൽ ജാസിർ, ദോഫാറിലെ ഷഹാബ് അസൈബ്, ഹാരിത് മേഖലകളിലേക്കും കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളാണ് അതോറിറ്റി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ദോഫാറിലേക്ക് തിരിക്കുന്ന സഞ്ചാരികൾക്കായി അതോറിറ്റി കർശന സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഉറപ്പാക്കണമെന്നും ഫസ്റ്റ് എയ്ഡ് കിറ്റും അഗ്നിശമന ഉപകരണവും വാഹനത്തിൽ കരുതണമെന്നും വേഗപരിധി കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. അംഗീകൃതമല്ലാത്ത വെള്ളച്ചാട്ടങ്ങൾ, നീരുറവുകൾ, കുളങ്ങൾ, കടൽത്തീരങ്ങൾ എന്നിവിടങ്ങളിൽ നീന്താൻ ഇറങ്ങരുതെന്നും ടൂറിസം സ്ഥാപനങ്ങളും ഹോട്ടലുകളും ഫയർ പ്രൊട്ടക്ഷൻ സംവിധാനങ്ങൾ കൃത്യമായി അറ്റകുറ്റപ്പണി നടത്തി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. സലാലയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രധാന പാതകളായ സുൽത്താൻ ഖാബൂസ് സ്ട്രീറ്റ്, മഅ്മൂറ, റസാത്ത് ലിങ്ക് റോഡ് എന്നിവയുടെ നവീകരണം പൂർത്തിയായ ഭാഗങ്ങൾ ഗതാഗതത്തിനായി ഭാഗികമായി തുറന്നു നൽകുമെന്നും അറിയിപ്പുണ്ട്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.